നമ്മളിപ്പോൾ വാനമ്പാടി എന്ന് കേട്ടാൽ പെട്ടെന്ന് കെ എസ് ചിത്രയെ ഓർമ്മിക്കും. പക്ഷേ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് അറിയപ്പെട്ടിരുന്നത് സരോജിനി നായിഡുവിനെ കുറിച്ചാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായിരുന്നു സരോജിനി നായിഡു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ശബ്ദമുയർത്താനും സ്ത്രീകളെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിലേക്ക് കൊണ്ടുവരാനും അവർ കാണിച്ചൊരു ധൈര്യം അത് നമ്മൾ പറഞ്ഞു പറ്റൂ. 1930 ഗാന്ധിജിയുടെ പ്രശസ്തമായ ദണ്ഡി യാത്രയെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ആ സമരത്തിന് നേതൃത്വം ആരേറ്റെടുക്കും എന്നൊരു ചോദ്യം ഉയർന്നു വന്നു. അന്ന് സരോജിനി നായിഡുവിന് 50 വയസ്സ് കഴിഞ്ഞിരുന്നു. എന്നാലും അവർ ആ നേതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറായി. ഗുജറാത്തിലെ ദർസാനയിലെ ഉപ്പ് സംഭരണശാലയിലേക്ക് ഒരു വലിയ സംഘം സത്യഗ്രഹികളെ അവർ അങ്ങോട്ട് നയിച്ചു. ഉപ്പുണ്ടാക്കി ബ്രിട്ടീഷ് നിയമത്തിനെതിരെ പ്രതിഷേധിക്കുകയായിരുന്നു ദണ്ഡി യാത്രയുടെ ലക്ഷ്യം നമുക്കറിയാം. സമരത്തിൽ പങ്കെടുത്താൽ ക്രൂരമർദ്ദനം അന്ന് ഉറപ്പായിരുന്നു. മുന്നോട്ട് പോകുക എൻ്റെ സഖാക്കളെ, നിങ്ങൾ രക്തസാക്ഷിയായാൽ പോലും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നിങ്ങളുടെ കൈകളിൽ ഭദ്രമാകും എന്ന ഉച്ചത്തിൽ സരോജിനി നായിഡു അന്ന് വിളിച്ചു പറഞ്ഞു. സത്യാഗ്രഹികളെ അങ്ങനെ അവരവിടേക്ക് നയിച്ചു. പോലീസ് അതിക്രൂരമായ ലാത്തി ചാർജ് തുടങ്ങി. ലാത്തി ചാർജ് അവസാനിച്ചു. നായിഡു അടക്കം നിരവധി ആളുകൾക്ക് നല്ല ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ലാത്തി ചാർജിൽ. ആ സംഭവം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി വമ്പൻ തലക്കെട്ടുകൾ ഉണ്ടാക്കി. ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ ലോകമെമ്പാടും പ്രതിഷേധമുണ്ടായി. സ്വാതന്ത്ര്യ സമരത്തെ അത് ജ്വലിപ്പിച്ചു എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ലോകത്ത് ഒരു ധാർമ്മികമായ പിന്തുണ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിന് കിട്ടാൻ ഈ സംഭവം കാരണമായി. സ്ത്രീയാണെന്നത് ഒരു പരിമിതിയായി സരോജിനി നായിഡു ഒരിക്കലും കണ്ടിരുന്നില്ല. എത്ര വലിയ പ്രതിസന്ധികൾ മുന്നിലുണ്ടെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് പൂർണ്ണമായ ആത്മവിശ്വാസമുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം നമുക്ക് മുന്നോട്ട് പോകണം. ഭയത്തെ അതിജീവിച്ച് സ്വന്തം ബോധ്യങ്ങൾക്കായി നിലകൊള്ളാൻ നമുക്ക് സാധിക്കണം. ആത്മവിശ്വാസം കരുത്തായി നമുക്ക് പിന്നിലുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന, നമ്മൾ ലക്ഷ്യം വയ്ക്കുന്ന കാര്യം സത്യസന്ധമാണെങ്കിൽ നിശ്ചയദാർഢ്യത്തോടെ നമ്മൾ മുന്നോട്ട് പോകണം. വിജയം നിങ്ങൾക്കൊപ്പം ഉണ്ടാകും.